ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിൻഗയുമായി റിലേറ്റ് ആയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ പാകിയിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ അപ്ഡേഷനാണേ. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ, ഇപ്പം നല്ല വെയിലാണല്ലോ, നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണിപ്പോൾ? വെയിലുണ്ടോ? നമ്മുടെ മഴയൊക്കെ മാറി നല്ല വെയിൽ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി മഴയുണ്ടോ അതോ വെയിൽ കണ്ടിന്യൂ ആയി പോവുകയാണോ ഒന്നും അറിയില്ല. ഞാൻ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പം ഇതുപോലെ കട്ട വെയിലാണ് കേട്ടോ. അന്നേരം വെങ്കയ്ക്ക് ഇതുപോലെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 1 മണിയൊക്കെ ആകുമ്പോഴേക്കും വാടി കുഴഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണേ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്? ഇതുപോലെ നല്ല വെയിലാണോ? പിന്നെ ഉണ്ടല്ലോ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഗിവ് എവേക്ക് വരുന്നുണ്ട്. അതിൽ ഒത്തിരി മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ ഹാങ്ങിങ് വിങ്ക വേണം, മൾട്ടിപ്പെറ്റൽ വേണം, അങ്ങനെയൊക്കെ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടിയൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്തിട്ട് ഓഗസ്റ്റ് 1-ാം തീയതി നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ, ഗിവ് എവേയെ സംബന്ധിച്ചുള്ളത്. അന്നേരം അതിനകത്ത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ പറയാം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാവേ. ഇത് നമ്മൾ അന്ന് സീഡ്സ് മുളപ്പിച്ചതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ആ സീഡ് മുളച്ചതാണ് കേട്ടോ ഇത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 20-25 ദിവസമായിട്ടുണ്ടാവും കേട്ടോ. ഇതിന് മുന്നേ തന്നെ ചെറിയ ഗ്ലാസ്സിലേക്ക് വെക്കേണ്ടതായിരുന്നു, പക്ഷേ ടൈം കിട്ടിയില്ല. അപ്പോൾ ഇരുന്ന് വലുതായി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി നേരെ നമ്മുടെ ഹാങ്ങിങ് പോട്ടിലേക്ക് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പോട്ടി മിക്സ് എടുക്കുന്നത് കണ്ടോ, ഇത് നമ്മുടെ നോർമൽ മണ്ണാണ് കേട്ടോ, നമ്മുടെ ഗാർഡൻ സോയിൽ. അതെടുത്ത് അതിൻ്റെ കല്ലെല്ലാം മാറ്റണം കേട്ടോ. കല്ലെല്ലാം മാറ്റിയ ശേഷം നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം. എപ്പോഴും ഞാൻ പറയുന്നത് നന്നായിട്ട് ഉണങ്ങിയ ട്രീറ്റ് ചെയ്ത ചാണകപ്പൊടി തന്നെ ഇട്ട് കൊടുക്കണേ. നമ്മളിതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാനിപ്പോൾ വീണ്ടും ഇന്നലെ ചെയ്തപ്പോൾ ഒരു വീഡിയോ ആയിട്ട് എടുത്തെന്നുള്ളതേ ഉള്ളൂ. അത് കാണാത്തവർക്കൊക്കെ ഇത് കാണാമല്ലോ. പിന്നെ നമ്മൾ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി, ഗാർഡൻ സോയിൽ, ഇപ്പോൾ 2 ആയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ പോട്ടി മിക്സാണ് കേട്ടോ. ഇത് നമ്മൾ എടുക്കുന്നത് സീപ്പോമിൻ്റെ പോട്ടി മിക്സാണ്. എന്ന് വെച്ചാൽ ചകിരി കമ്പോസ്റ്റ്, നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കാം കേട്ടോ. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. ചകിരി ചോറല്ല, ചകിരി കമ്പോസ്റ്റാണ്. അത് കറക്റ്റായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വേറൊന്നുമില്ല, അതൊക്കെ തന്നെയാണുള്ളത്. പിന്നെന്താ, നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. അതുമാത്രമല്ല, ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും മൾട്ടിപെറ്റ് ബോൾസത്തിനെക്കുറിച്ചോ വിങ്കയെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ അറിയാനായിട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലൊന്ന് കമൻ്റ് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം എനിക്കറിയാമെന്നല്ല, ഞാൻ ചെയ്യുന്നത് പോലെ എനിക്കറിയാവുന്ന രീതിയിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഏതെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക. പിന്നെ ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു പ്രൂണിങ്ങിനെ പറ്റി ചെയ്യണമെന്ന് കേട്ടോ. അത് ഞാൻ ഉടനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ സാഫാണ് ഇതിൽ കൂടി ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്ത് ഫംഗിസൈഡാണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സാഫാണെങ്കിൽ അത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണെങ്കിൽ. ഇപ്പം എൻ്റെ കയ്യിൽ സാഫാണുള്ളത് കേട്ടോ, അതാണ് ഞാനതിടുന്നത്. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇതിൻ്റെ മിക്സിങ് പ്രധാനമാണ്. കാരണം നമ്മൾ മണ്ണ് കൂടുതലും ബാക്കിയുള്ളതൊക്കെ കുറവാണല്ലോ ഇടുന്നത്. അപ്പം ഈ മണ്ണിലേക്ക് എല്ലാം അത് വരണമല്ലോ. അപ്പോൾ ആ രീതിയിൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. പിന്നെ ഞാനിപ്പം ഈ ഒരു പ്രാവശ്യം എടുത്തേക്കുന്ന പോട്ട് ഇങ്ങനത്തെ ഒരു പോട്ടാണ് കേട്ടോ. ഞാൻ ഈ ഒരു പോട്ട് നമ്മുടെ ആ ഹാങ്ങിങ് പോട്ടല്ല, ഇങ്ങനെയുള്ളൊരു പോട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലും കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിലാകുമ്പോൾ നമുക്ക് കുറച്ച് മണ്ണ് മതിയല്ലോ. നമ്മൾ ഈ ഹാങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ പോളിയോസിനകത്ത് കംപ്ലീറ്റ് ഹാങ് ചെയ്തിട്ടേക്കുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വെയിറ്റും കൂടി നോക്കണമല്ലോ നമുക്ക്. ഇതാണ് നമ്മുടെ ആ തൈകൾ, നമ്മൾ സീഡ് മുളപ്പിച്ച് വെച്ചിരിക്കുന്ന തൈകൾ കേട്ടോ. ഇത് നമ്മൾ എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ വേര് പൊട്ടിപ്പോവാതെ തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ എടുക്കണം കേട്ടോ. നമ്മൾ ഇത്രയും ശ്രദ്ധിച്ച് നമ്മളിങ്ങനെ ചെയ്ത വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് നേരത്തെ ഒരു കമൻറ്റ് വന്നിരുന്നു, എന്തോ ഹാർട്ട് സർജറി ചെയ്യുന്നത് പോലെയാണ് ഞാനിങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നതെന്നുള്ളത്. നമുക്ക് ഹാർട്ട് സർജറി ഒന്നും ചെയ്യാൻ അറിയില്ല, പക്ഷേ പ്ലാന്റൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് കെയർ ചെയ്ത് നമ്മളിങ്ങനെ എടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സീഡൊക്കെ പാകി വെച്ചിരിക്കുന്നതൊക്കെ വേസ്റ്റായി പോവില്ലേ, നമ്മൾ ശ്രദ്ധിക്കാതെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ശ്രദ്ധയോടുകൂടി ഇങ്ങനെ ചെയ്യുന്നതും അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതും. അല്ലാതെ നമുക്ക് ഹാർട്ട് സർജറി ഒന്നും ചെയ്യാനൊക്കെ അറിയണമെങ്കിൽ നമ്മൾ MBBS ഒക്കെ പഠിക്കണ്ടേ. അത്രയൊന്നും നമുക്ക് പറ്റിയിട്ടില്ല കേട്ടോ എന്തായാലും. അന്നേരം ഓക്കെ, നമുക്ക് പോയിന്റിലേക്ക് വരാം. നമ്മളിപ്പോൾ ഇങ്ങനെ എല്ലാം എടുത്തിട്ട് നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ പോട്ടിൻ്റെ
എൻഡിലേക്ക്, അതായത് കുറച്ച് നമ്മൾ മധ്യഭാഗത്തല്ല, നമ്മൾ ഗ്രൗണ്ട് പിൻകയൊക്കെ നമ്മൾ നടുമ്പം കുറച്ച് മധ്യഭാഗത്തേക്ക് നമുക്ക് നടാൻ പറ്റും. ഇതാകുമ്പോഴത്തേനും നമ്മൾ കുറച്ച് നന്നായിട്ട് തന്നെ മണ്ണ് ഫില്ല് ചെയ്ത് പോട്ടിൻ്റെ മുകളിലേക്ക് വരെ മണ്ണ് എത്തുന്ന കണക്ക് ഫില്ല് ചെയ്തിട്ട് നമ്മളിത് ഇതുപോലെ അങ്ങ് നട്ട് വെച്ചാൽ മതി. അതായത് ഈ പോട്ടിൻ്റെ ഒരു സൈഡിലേക്ക്. അന്നേരം എന്താണെന്നറിയോ, ഇതുപോലെ ഞാൻ അങ്ങനെ നേരത്തെ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റാണ്. അതേ ഇതുപോലെ സൈഡിലേക്ക് വെക്കുമ്പോൾ ഇങ്ങ് താഴേക്ക് ചട്ടിയുടെ വെളിയിലേക്ക് തന്നെ ഹാങ്ങായി വരും. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ മധ്യഭാഗത്ത് വെക്കുമ്പോൾ ഇതിങ്ങനെ ബുഷിയായിട്ട് ചട്ടിക്കകത്തേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പടർന്ന് വരും. പടർന്ന് വരുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ബാക്കിയുള്ള ലീഫിലും എല്ലാത്തിലും ഇങ്ങനെ പടർന്നിങ്ങനെ കിടക്കുമ്പോൾ അതിലേക്കൊക്കെ വെള്ളം വന്നിട്ട് ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഈ എൻഡിലേക്ക് വെക്കുമ്പോൾ ബാക്കി ബ്രാഞ്ചസ് എല്ലാം വെളിയിലേക്ക് ഇങ്ങനെ പടർന്ന് കിടക്കുമ്പോഴത്തേക്കും വെള്ളം അതിലേക്ക് ആവത്തില്ല. നമ്മൾ ചുവട്ടിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ലീഫിലൊന്നും ആവാത്ത രീതിയിൽ നമുക്ക് കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളിങ്ങനെ നോക്കി നോക്കൂ കേട്ടോ. അന്നേരം നിങ്ങൾക്ക് പ്ലാന്റുകൾ ഈ വെള്ളം ഉണ്ടായി നശിക്കുന്ന ആ സംഭവം കുറച്ചൊക്കെ പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.